എല്ലാവർക്കും ഐഗൻസിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ ഉൾപ്പെടെയുള്ള പാസീവ് കോമ്പണന്റുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് നമുക്ക് പാസീവ് കോമ്പണന്റുകളെ വിട്ട് ഇലക്ട്രിക് സോഴ്സുകളെ കുറിച്ച് പറയാം. ഇലക്ട്രിക് സോഴ്സ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് നെറ്റ്വർക്കിലേക്ക്, ഒരു ഇലക്ട്രിക് ലോഡിലേക്ക് ഇലക്ട്രിക് എനർജി സപ്ലൈ ചെയ്യാനാകുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഡിവൈസ്, അതിനാണ് നമ്മൾ ഇലക്ട്രിക് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഇലക്ട്രിക് സോഴ്സ് ആണെങ്കിൽ ഇതിൻ്റെ രണ്ട് ടെർമിനൽസ് നമുക്ക് എ എന്നും ബി എന്നും മാർക്ക് ചെയ്താൽ, ഇതൊരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്താൽ, നെറ്റ്വർക്ക് എന്ന് ഉദ്ദേശിച്ചത് ഇപ്പം ആ നെറ്റ്വർക്ക് ഏതോ ആയിക്കോട്ടെ, ഞാനത് മൊത്തത്തിൽ അതിനെ ലോഡായിട്ട് ഇവിടെ കാണിച്ചിരിക്കുകയാണ്. നമുക്ക് ഇസഡൽ എന്ന് മാർക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടെർമിനൽസിന് അക്രോസ് വി എ ബി എന്നൊരു വോൾട്ടേജും ടെർമിനൽ ത്രൂ ഒരു കറണ്ട് ഐയും ഇമാജിൻ ചെയ്യാം. അപ്പം ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഈ സോഴ്സിന് നെറ്റ്വർക്കിന് അക്രോസ് വി എ ബി എന്ന് പറഞ്ഞൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്തുകൊണ്ട് ഐ എന്നുള്ളൊരു കറണ്ട് പമ്പ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ സാധിക്കുന്ന ഒരു സോഴ്സ് ആണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അതിന്റെ പവർ ഡെലിവേർഡ് എത്ര എന്തായിരിക്കും? പവർ ഡെലിവേർഡ് വി എ ബി ഇൻറ്റു ഐ ആയിരിക്കും. വി എ ബി ടൈംസ് ഐ ആയിരിക്കും. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു ബേസിക് ഐഡിയ. അപ്പോൾ ഈ ഇലക്ട്രിക് സോഴ്സുകൾ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ കറണ്ട് സോഴ്സ് ആൻഡ് വോൾട്ടേജ് സോഴ്സ്. വോൾട്ടേജ് സോഴ്സ്, കറണ്ട് സോഴ്സ്. ഇനി അതല്ലേ മറ്റൊരു രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, ഇൻഡിപെൻഡന്റ്, ഡിപെൻഡന്റ്. ഇനി എന്താണ് വോൾട്ടേജ് സോഴ്സ് എന്ന് നോക്കാം. ഒരു വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് ടെർമിനൽ എ ബി ആയിട്ട് മാർക്ക് ചെയ്താൽ വോൾട്ടേജ് വി ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ വോൾട്ടേജ് സോഴ്സിൽ നിന്ന് എത്ര തന്നെ കറണ്ട് ഡ്രോ ചെയ്യുന്ന കറണ്ട് എത്ര തന്നെയാണെങ്കിലും അതിന്റെ ടെർമിനൽ വോൾട്ടേജ് അത് വി ആയിട്ട് തന്നെ കോൺസ്റ്റന്റ് ആക്കി നിർത്തും. വി എ ബി എന്ന് പറയാം. വി എ ബി വി ആയിട്ട് തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ കറണ്ട് ദ ടെർമിനൽ വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അങ്ങനെയുള്ള വോൾട്ടേജ് സോഴ്സ് ആണ് ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്. അപ്പൊ ഇതിനെ നമ്മൾ സാധാരണ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ ക്യാരക്ടറിസ്റ്റിക് തരുന്ന ഒരു സോഴ്സിനെ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയും. എന്താണ് ഐഡിയാലിറ്റി? ഇതാണ് അതിന്റെ ഐഡിയാലിറ്റി. കറണ്ട് എത്ര ഡ്രോ ചെയ്താലും അതിന്റെ ടെർമിനൽ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഐഡിയാലിറ്റി. ഇനി ഇതുപോലെ കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സിനെ കുറിച്ച് പറയാം. കറണ്ട് സോഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇതാണ്. നിങ്ങൾ അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ്, അതായത് വി എക്സ് വൈ എത്രയാണെങ്കിലും ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ് വാല്യൂ നിങ്ങൾക്ക് ഡെലിവർ ചെയ്ത് കിട്ടുന്ന കറണ്ട് കോൺസ്റ്റന്റ് കറണ്ട് ആയിരിക്കും ഓഫ് ദ റേറ്റഡ് വാല്യൂ. ഇങ്ങനൊരു ക്യാരക്ടറിസ്റ്റിക് നിങ്ങൾക്ക് ഒരു കറണ്ട് സോഴ്സ് തരികയാണെങ്കിൽ അതിന് നമുക്ക് ഒരു ഐഡിയൽ, പക്ഷേ ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് നിങ്ങൾ അതിന്റെ ടെർമിനലിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന കറണ്ട് കൂട്ടിയാൽ അതിന്റെ ടെർമിനൽ വോൾട്ടേജ് കുറയും. ഓക്കെ, അതായത് നിങ്ങൾ അതിന്റെ കറണ്ട് ഡ്രോൺ കൂട്ടുമ്പോൾ സീറോ കറണ്ടിന് നിങ്ങളുടെ റേറ്റഡ് വോൾട്ടേജ് വി തന്നാൽ ആസ് യു ഇൻക്രീസ് ദ ടെർമിനൽ കറണ്ട്, ഈ ടെർമിനലിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കൂടിയാൽ വോൾട്ടേജ് വി എ ബി ആണെങ്കിൽ വി എ ബി വിൽ നോട്ട് ബി ഈക്വൽ ടു വി. വി എ ബി വിയേക്കാൾ കുറവായിരിക്കും. ഓൺലി അറ്റ് ഐ ഈക്വൽ ടു സീറോ വി എ ബി വിൽ ബി ഈക്വൽ ടു വി. ബാക്കിയുള്ള എല്ലാ വാല്യൂസിനും ആസ് യു ഇൻക്രീസ് ദ കറണ്ട് യു വിൽ സീ ദാറ്റ് ദ ടെർമിനൽ വോൾട്ടേജ് ഈസ് ലെസ് ദാൻ ദ റേറ്റഡ് വോൾട്ടേജ്. ഇതാണ് പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ്. ഇങ്ങനെയുള്ള ഒരു പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സിനെ ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റർ ആയിട്ടാണ് മോഡൽ ചെയ്യുന്നത്. ഇനി ഓക്കെ ആയി, നമുക്കൊന്നുകൂടെ നോക്കാം. അപ്പൊ അതിന്റെ നമ്മൾ ഇതിനെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ അതിനൊരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന്റെ കൂടെ ഒരു സീരീസ് റെസിസ്റ്റൻസ് കൂടെ ചേർന്ന ഒരു സീരീസ് കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പൊ എന്ത് സംഭവിക്കും? ഇത് ടെർമിനൽ വോൾട്ടേജ് വി എ ബി, ഇത്
സീരീസ് റെസിസ്റ്റൻസ് RS, കറണ്ട് ഡ്രോൺ I ആന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ VAB എത്ര ആയിരിക്കും? VAB എന്ന് പറയുന്നത് ഐഡിയൽ വോൾട്ടേജിൽ നിന്നും ഇവിടെയുള്ള ഡ്രോപ്പ് കുറച്ചിട്ട് ബാക്കിയല്ലേ ഔട്ട്പുട്ട് കിട്ടുള്ളൂ, PR. ശരിയല്ലേ? അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജ് VAB ഈസ് ഈക്വൽ ടു V മൈനസ് VR. അതെത്ര വരും? V മൈനസ് I ടൈംസ് RS. ശരിയല്ലേ? അതായത് RS എന്ന് പറയുന്ന സീരീസ് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിലുള്ള ഡ്രോപ്പ് കഴിച്ചിട്ട് ബാക്കി മാത്രമേ നിങ്ങൾക്ക് പുറത്ത് കിട്ടുള്ളൂ. ഇതൊരു കാര്യം മനസ്സിലാക്കണം, ഇതെന്ന് പറയുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. അതായത് നിങ്ങൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന വോൾട്ടേജ് സോഴ്സ് ഇതാണ്. ഈ രണ്ട് ടെർമിനൽ മാത്രമേ നിങ്ങൾക്ക് പുറത്ത് കാണാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് ഇതിന്റെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു വേരിയബിൾ DC പവർ സപ്ലൈ നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്നുണ്ട്. ആ വേരിയബിൾ DC പവർ സപ്ലൈയിൽ ഒരു ബ്ലാക്ക് പോയിന്റും ഒരു റെഡ് പോയിന്റും ഉണ്ട്. ഈ രണ്ട് ടെർമിനൽ മാത്രം നമുക്ക് പുറത്തേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഈ രണ്ട് ടെർമിനലിന് അക്രോസ് വരുന്ന വോൾട്ടേജിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് VAB എന്ന്. അതേസമയം ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് അതിന്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്, അതിന്റെ കൂട്ടത്തിൽ ഒരു സീരീസ് റെസിസ്റ്റൻസ് ഇരിപ്പുണ്ട്. നമ്മൾ അങ്ങനെയാണ് മോഡൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന്റെ വോൾട്ടേജ് V ആണെങ്കിൽ ഒരു മൊത്തത്തിലുള്ള സീരീസ് റെസിസ്റ്റൻസ് RS ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം കറണ്ട് ആ ടെർമിനലിൽ നിന്നും ബ്ലാക്ക് റെഡ് പെയർ ഓഫ് ടെർമിനൽസിൽ നിന്ന് കറണ്ട് ഡ്രോ ചെയ്യുന്നോ അത്രത്തോളം ഈ വോൾട്ടേജ് പതുക്കെ കുറയും. അങ്ങനെ കുറയുമ്പോഴാണ് നമ്മൾ അതിന്റെ പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ട് പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് റെസിസ്റ്റൻസ് ഒരു വോൾട്ടേജ് സോഴ്സിന് അനിവാര്യമായിട്ടുള്ളതാണ്. കാരണം നിങ്ങളുടെ കറണ്ട് കണ്ടമാനം കൂടുന്ന സമയത്ത് വോൾട്ടേജ് കുറച്ചെങ്കിലും കുറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെയുള്ള കുറവിനെ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന്റെ ഉള്ളിൽ ഒരു സീരീസ് റെസിസ്റ്റൻസ് ഇന്റേണൽ ആയിട്ട് ഉണ്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ആ സീരീസ് റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഗ്രാഫിൽ തന്നെ കണ്ടുപിടിക്കാലോ. നിങ്ങളുടെ കറണ്ട് ഡ്രോൺ ഇതാണ്, ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന്റെ വോൾട്ടേജ് ഇതാണെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലി കിട്ടുന്നത് ഇതാണ് നിങ്ങളുടെ സ്ലോപ്പ് എങ്കിൽ, അല്ലെങ്കിൽ പ്രാക്ടിക്കലി കിട്ടുന്നത് ഗ്രാഫ് ഇതാണെങ്കിൽ ഈ സ്ലോപ്പിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആ റെസിസ്റ്റൻസ് കിട്ടും. എത്ര ആയിരിക്കും? dV/dI ആയിരിക്കും അല്ലെ? dV/dI എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ Y ആക്സിസ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ X ആക്സിസ്. ശരി തന്നെ. അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടാം സീരീസ് റെസിസ്റ്റൻസ് RS. ഓക്കെ, ഇതാണ് പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ്. ഇനി ഇത് പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് എടുത്താൽ സിമിലർ ആയിട്ട് പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സിന് ഒരു ഐഡിയൽ കറണ്ട് സോഴ്സിന്റെ ഒപ്പം ഒരു പാരലൽ റെസിസ്റ്റൻസ്, അതും ഇന്റേണൽ ആയിട്ട് നമുക്ക് RP എന്ന് വിളിക്കുന്ന പാരലൽ റെസിസ്റ്റൻസ്, ഒരു ഐഡിയൽ കറണ്ട് സോഴ്സ്. ഒരു ഐഡിയൽ കറണ്ട് സോഴ്സിനൊപ്പം ഒരു പാരലൽ റെസിസ്റ്റൻസും കൂടെ ചേരുന്നതായിരിക്കും നിങ്ങളുടെ പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സിന്റെ ഇക്വലന്റ് മോഡൽ. അപ്പൊ ഇതാണ് നിങ്ങളുടെ ടെർമിനൽ കറണ്ട് എന്നിരിക്കട്ടെ. IT ഈസ് ഈക്വൽ ടു ഐഡിയൽ കറണ്ട് സോഴ്സിൽ നിന്നും ഈ ഡ്രോപ്പ് ഈ ബ്രാഞ്ചിലൂടെയുള്ള കറണ്ട് RP റെസിസ്റ്റൻസിലൂടെ എത്രയാണോ ഫ്ലോ ചെയ്യുന്നത് അത് ഒഴിവാക്കിയിട്ട് ബാക്കി മാത്രമേ നിങ്ങൾക്ക് ടെർമിനൽ വഴി പുറത്ത് കിട്ടുള്ളൂ. ഐഡിയൽ കറണ്ട് സോഴ്സ് സപ്ലൈ ചെയ്യുന്ന കറണ്ട് I ആണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് കാരണം ഡീറൂട്ട് ചെയ്ത് പോകുന്ന കറണ്ട് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് പോകുന്ന കറണ്ട് VAB/RP ആയിരിക്കും. അതിന്റെ വാല്യൂ ഒഴിവാക്കിയിട്ട് മാത്രമാണ് നിങ്ങൾക്ക് ടെർമിനൽ കറണ്ട് കിട്ടുന്നത്. അതായത് മൊത്തം ഐഡിയൽ കറണ്ട് സോഴ്സിൽ നിന്നും നോൺ ഐഡിയാലിറ്റി കഴിച്ചിട്ടുള്ള വാല്യൂ മാത്രമേ നിങ്ങൾക്ക് ടെർമിനൽ കറണ്ട് ആയിട്ട് ഒരു പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സിൽ നിന്ന് പുറത്തേക്ക് കിട്ടുള്ളൂ. അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സിൽ നിന്ന് ടെർമിനലിലൂടെ എപ്പോഴും കോൺസ്റ്റന്റ് കറണ്ട് അല്ല കിട്ടുന്നത്. പക്ഷെ നിങ്ങളുടെ ടെർമിനൽ വോൾട്ടേജ് കൂടുന്നതനുസരിച്ചിട്ട് ടെർമിനൽ കറണ്ട് ചെറുതായിട്ട് കുറയും. വേറസ് ഒരു ഐഡിയൽ കറണ്ട് സോഴ്സ് ആയിരുന്നുവെങ്കിൽ വോൾട്ടേജ് എത്ര തന്നെ അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് കറണ്ട്, ടെർമിനൽ കറണ്ട് കോൺസ്റ്റന്റ് ആകുമായിരുന്നു. അപ്പൊ ആ നോൺ ഐഡിയാലിറ്റി ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സത്യത്തിൽ ഒരു പാരലൽ റെസിസ്റ്റൻസ് ഇടുന്നത്. അപ്പൊ നമുക്ക് ഇതിന്നൊരു കൺക്ലൂഷൻ പറയാം. ഐഡിയൽ
വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് 0 ആയിരിക്കണം. ഐഡിയൽ കറണ്ട് സോഴ്സ് ആണെങ്കിൽ അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആയിരിക്കണം. ഇപ്പോൾ ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന് സീരീസ് റെസിസ്റ്റൻസ് 0 ആയിരിക്കണം. ഐഡിയൽ കറണ്ട് സോഴ്സിന് ഇന്റേണൽ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആയിരിക്കണം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് ആൻഡ് ഡിപ്പെൻഡന്റ് കറണ്ട് സോഴ്സ്. ഡിപ്പെൻഡന്റ് സോഴ്സസ് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, ഇതൊരു വോൾട്ടേജ് സോഴ്സ് ആണ്. ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സ്, ഇതൊരു ഡിപ്പെൻഡന്റ് കറണ്ട് സോഴ്സ്. ഈ ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സും ഡിപ്പെൻഡന്റ് കറണ്ട് സോഴ്സിന്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ വോൾട്ടേജ് വാല്യൂ അബ്സല്യൂട്ട് അല്ല, നെറ്റ്വർക്കിലെ മറ്റേതെങ്കിലും ഒരു ബ്രാഞ്ചിലെ ആ വോൾട്ടേജിനെയും അല്ലെങ്കിൽ കറണ്ടിനെയോ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇതിന്റെ വാല്യൂസ് വരുന്നത്. ഡിപ്പെൻഡന്റ് സോഴ്സിന്റെ വാല്യൂസ് നെറ്റ്വർക്കിലെ മറ്റു ഭാഗത്തുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ഒരു എക്സാമ്പിൾ കാണിച്ചുതരാം. ഇതൊരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ആയിരിക്കട്ടെ. ഇതൊരു നെറ്റ്വർക്കിന് ആർബിട്രേറ്റ് വരയ്ക്കുകയാണ്. ഇതിന്റെ വാല്യൂ ഈ ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ട് ഐ ആന്നിരിക്കട്ടെ. റെസിസ്റ്റൻസിന്റെ വാല്യൂ ഞാൻ R1 R2 എന്നൊക്കെ മാർക്ക് ചെയ്യുന്നു. വേണേൽ നമുക്ക് എന്ത് പറയാം, ഇതൊരു ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഈ വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ അല്ലെങ്കിൽ ഈ വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡ് K ടൈംസ് I, വേർ K is some scaling value Ki എന്ന് പറഞ്ഞ മീനിങ് ഈ ബ്രാഞ്ചിലുള്ള കറണ്ട് കൂടുമ്പോൾ ഈ വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ മാറുന്നു എന്നുള്ളതാണ്. കൂടുമ്പോൾ അല്ലെങ്കിൽ കുറയുമ്പോൾ വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ മാറുന്നു എന്നുള്ളതാണ് അതിന് മീനിങ്. ഇതുപോലെ തന്നെയാണ് കറണ്ട് സോഴ്സ്. ഡിപ്പെൻഡന്റ് സോഴ്സുകൾ പല ടൈപ്പ് ഉണ്ടാകാം. ഇത് വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ്. അതേപോലെ ഇതൊരു കറണ്ട് സോഴ്സ് ആണെങ്കിൽ അത് മറ്റേതെങ്കിലും ബ്രാഞ്ചിലുള്ള വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് എന്ന് പറയും. ഇനി ഒരു വോൾട്ടേജ് സോഴ്സ് നെറ്റ്വർക്കിലെ വേറെ ഏതെങ്കിലും ഭാഗത്തുള്ള കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കറണ്ട് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയും. ഒരു കറണ്ട് സോഴ്സ് മറ്റേതെങ്കിലും ബ്രാഞ്ചിലൂടെയുള്ള കറണ്ടിന് ഡിപ്പെൻഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെ കറണ്ട് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് എന്ന് പറയും. അപ്പോൾ വോൾട്ടേജ് കൺട്രോൾഡും ആകാം, കറണ്ട് കൺട്രോൾഡും ആകാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനമായിട്ട് പറയാനുള്ള സംഗതി സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ ആണ്. നിങ്ങളുടെ കയ്യിൽ ഒരു പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് ഉണ്ടെന്നിരിക്കട്ടെ. പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ്. നിങ്ങളുടെ കയ്യിൽ ഒരു പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ഈ പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സിനെ നമുക്കൊരു പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് ആയിട്ട് മോഡൽ ചെയ്യാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ചബിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് പലപ്പോഴും നമുക്ക് നെറ്റ്വർക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന സമയത്ത് ഹാൻഡി ആയിട്ട് വരുന്ന ഒരു സംഗതിയാണ്. ഓക്കെ, ഇത് എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു എനർജി സോഴ്സ് ഉണ്ടെന്നേ ഉള്ളൂ. ഈ എനർജി സോഴ്സിന് അക്രോസ് ഒരു വോൾട്ടേജും ഉണ്ട്. ഈ എനർജി സോഴ്സിൽ നിന്ന് നമ്മൾ എത്രയോ കറണ്ടും ഡെലിവർ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനകത്തിരിക്കുന്നത് ഒരു വോൾട്ടേജ് സോഴ്സ് ആണോ കറണ്ട് സോഴ്സ് ആണോ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഇമ്മെറ്റീരിയൽ ആണ്. അല്ലെങ്കിൽ നെറ്റ്വർക്കിനെ സംബന്ധിച്ച് വെച്ചാൽ ഈ സോഴ്സിനെ നമ്മൾ ഒരു നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്താൽ ഈ ഡെസ്റ്റിനേഷൻ നെറ്റ്വർക്കിന് എനർജി സപ്ലൈ ചെയ്യുന്ന സോഴ്സ് ആണ് എനർജി സോഴ്സ്. അതൊരു വോൾട്ടേജ് സോഴ്സ് ആണോ അത് യഥാർത്ഥത്തിൽ ഒരു കറണ്ട് സോഴ്സ് ആണോ എന്നുള്ളത് നെറ്റ്വർക്കിനെ സംബന്ധിച്ച് ഇമ്മെറ്റീരിയൽ ആണ്. മോഡലിംഗിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നെറ്റ്വർക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് അതിന് വോൾട്ടേജ് സോഴ്സ് ആയിട്ട് കണക്കാക്കാം, അല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള ഒരു കറണ്ട് സോഴ്സ് ആയിട്ട് കണക്കാക്കാം. അപ്പൊ ഈ ഇക്വലൻസി വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? രണ്ട് സർക്യൂട്ട് വരയ്ക്കാം. വി സ്റ്റാർട്ട് ചെയ്യുന്ന കറണ്ട് ഐയും ടെർമിനൽ വോൾട്ടേജ് V1 എന്നിരിക്കട്ടെ. നമ്മുടെ കയ്യിൽ ഒരു ഐഡിയൽ കറണ്ട് സോഴ്സ് ഉണ്ട്, പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് ഉണ്ട്.
രണ്ട് സർക്യൂട്ടുകളും ഇക്വലന്റ് ആകണമെന്നുണ്ടെങ്കിൽ രണ്ടിന്റെ ടെർമിനൽ ക്യാരക്ടറിസ്റ്റിക്സ് സെയിം ആയിരിക്കണ്ടേ. ടെർമിനൽ ക്യാരക്ടറിസ്റ്റിക്സ് ടെർമിനൽ വാല്യൂസ് ഇവിടെ ആയി തന്നെ ആയിരിക്കണം. വോൾട്ടേജ് ഇവിടെയും V1 ആയിരിക്കണം. എങ്കിൽ ഈക്വലന്റ് എന്ന് പറയാൻ പറ്റുമോ? ഈ രണ്ട് നെറ്റ്വർക്കുകളും എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് അതിന്റെ ടെർമിനൽ വാല്യൂസ് സെയിം ആയിട്ട് വരുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് സർക്യൂട്ട് 1 എന്നും സർക്യൂട്ട് 2 എന്നും എഴുതാം. ഇനി സർക്യൂട്ട് 1 നമുക്ക് ബന്ധപ്പെട്ട് എന്ത് എഴുതാം? P1 = V minus IR. ഇനി ദാറ്റ് വിൽ ബി ഈക്വൽ ടു സർക്യൂട്ട് 2 എടുക്കാം. സർക്യൂട്ട് 2ന്റെ ടെർമിനൽ കറണ്ട് I = ഐഡിയൽ കറണ്ട്, ഐഡിയൽ സോഴ്സിന്റെ കറണ്ട് മൈനസ് അകത്ത് തന്നെ ഡിവൈഡ് ചെയ്ത് പോകുന്ന കറണ്ട്. അത് എത്ര ആയിരിക്കും? ടെർമിനൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇന്റേണൽ റെസിസ്റ്റൻസ് അല്ലെ. ഇനി സർക്യൂട്ട് 2ന് കിട്ടിയ ഈ ഇക്വേഷൻ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കിയാൽ R വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ IR ഈസ് ഈക്വൽ ടു I ടൈംസ് R മൈനസ് V എന്ന് കിട്ടിയില്ലേ. നമുക്ക് കാര്യം ചെയ്യുമ്പോൾ ഇതിനെ സെക്കൻഡ് ഇക്വേഷൻ ഇടാം. നൊട്ടേഷൻ മാറി. ഔട്ട്പുട്ട് ടെർമിനൽ വോൾട്ടേജ് V1 ആണ് നമ്മൾ മാർക്ക് ചെയ്തത്. V1 by R. അപ്പൊ V1 ഈസ് ഈക്വൽ ടു IR മൈനസ് IR. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. അപ്പൊ ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം നമ്മൾ ഇന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ഈ രണ്ട് ടേംസ് ആണ് കിട്ടുന്നത്. അതിനർത്ഥം രണ്ട് സർക്യൂട്ടുകളും ഇക്വലന്റ് ആകണമെന്നുണ്ടെങ്കിൽ V ഈക്വൽ ടു IR ആയിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ റിസൾട്ട്. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് ഉണ്ട്, നിങ്ങളുടെ കയ്യിലൊരു പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, നിങ്ങളുടെ കയ്യിലൊരു പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ ഇത് V ആണെങ്കിൽ ഈ കറണ്ട് ഷുഡ് ബി ഈക്വൽ ടു V by R. ഇങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുമ്പോൾ മാത്രമാണ് ഇത് ഇക്വലന്റ് സോഴ്സസ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണ്? നിങ്ങളുടെ കയ്യിൽ ഒരു പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഒരു പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് ആയിട്ടും തിരിച്ച് ഒരു പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സിനെ തിരിച്ച് പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് ആയിട്ടും കൺവേർട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ. ഇനി നമുക്ക് ഫെമിലിയർ ആയിട്ട് നമുക്കറിയാവുന്ന KCL KVL, കിർച്ചോഫ്സ് വോൾട്ടേജ് ലോയും കിർച്ചോഫ്സ് കറണ്ട് ലോയും. KVL എന്താണ് പറയുന്നത്? Algebraic sum of all branch voltages around any closed loop of a network is 0. അതായത് ഒരു ക്ലോസ് ലൂപ്പ് നിങ്ങൾ ഒരു നെറ്റ്വർക്കിനകത്ത് എടുക്കുന്നു, എന്നിട്ട് അതിനകത്തുള്ള വോൾട്ടേജുകളെല്ലാം ആഡ് ചെയ്ത് നോക്കിക്കാൻ നിങ്ങൾക്ക് 0 കിട്ടുന്നതാണ് അതിന്റെ മീനിങ്. അതൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങളുടെ കയ്യിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ടെന്നിരിക്കട്ടെ. ഒരു വലിയ നെറ്റ്വർക്കിന്റെ ഒരു പാർട്ട് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. നമുക്ക് ഒരു ക്ലോസ്ഡ് ലൂപ്പ് കിട്ടി. ഇവിടെ ക്ലോസ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പോയിന്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അതേ പോയിന്റിൽ തന്നെ തിരിച്ചെത്തണം. ഇപ്പൊ നമുക്കൊരു ലൂപ്പ് കിട്ടി, ABCD ഒരു ലൂപ്പാണ്. ഈ ലൂപ്പിനകത്ത് കുറെ ബ്രാഞ്ചുകളുണ്ട്. ഇത് V1, V2, V3, V4 എന്ന് മാർക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ക്ലോസ് ലൂപ്പ് എടുത്തിട്ട്, ക്ലോസ് ലൂപ്പ് നമ്മളിപ്പോൾ എടുത്തു, ഇവിടെ നമ്മളെടുത്ത ക്ലോസ് ലൂപ്പ് ഇതാണ്. നമ്മുടെ ക്ലോസ് ലൂപ്പ് എടുത്തതെങ്കിൽ ആ ലൂപ്പിലൂടെ ട്രാവൽസ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഓരോരോ വോൾട്ടേജിനെ എടുത്ത് ആൾജിബ്രായിക്കിട്ട് സം ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം, മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല സൈൻ അടക്കം നമ്മൾ ചേർത്ത് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും. ഇപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഇക്വേഷൻ ഒരു ഫുൾ ലൂപ്പില് ABCD ലൂപ്പ് നോക്കിയാൽ ഇവിടുന്ന് നോക്കി പോകുമ്പോൾ നമുക്ക് V1 പ്ലസ് V2 പ്ലസ് V3 പ്ലസ് V4 ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാം. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, KCL ആയാലും KVL ആയാലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു സൈൻ കൺവെൻഷൻ ഫോളോ ചെയ്യണം. സൈൻ കൺവെൻഷൻ ഫോളോ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, ഞാൻ പറയുന്നത് ഈ ഭാഗത്താണ്, ഈ ഒരു ബ്രാഞ്ചിൽ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ആദ്യം പ്ലസ് കണ്ടു, പിന്നെ മൈനസ് കണ്ടു. അപ്പൊ നമ്മുടെ കൺവെൻഷൻ ഞാൻ ഇങ്ങനെ ഫിക്സ് ചെയ്യാണ്. ഒരു വോൾട്ടേജ് ട്രാവേഴ്സ് ചെയ്ത് പോകുമ്പോൾ ആദ്യം പ്ലസ് ടു മൈനസ് ആണ് പോകുന്നതെങ്കിൽ ഞാൻ അതിനെ പോസിറ്റീവായിട്ട് ഇടുന്നു നമ്മൾ കണക്കാക്കിയാൽ, വേറെ എവിടെയെങ്കിലും നമ്മൾ ലൂപ്പ് ട്രാവേഴ്സ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ ഉണ്ടെന്നിരിക്കട്ടെ, ഞാൻ ഈ ഒരു ലൂപ്പ്, ഇപ്പൊ ലൂപ്പ് അല്ല എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, നമ്മൾ ഈ ലൂപ്പ് കൺസിഡർ ചെയ്തിരുന്നു എന്നിരിക്കട്ടെ, നമ്മൾ അപ്പുറത്തൊക്കെ ഉള്ള ഒരു നെറ്റ്വർക്ക് വെച്ചിട്ട് ഒരു ലൂപ്പ് കൺസിഡർ ചെയ്തായിരുന്നെങ്കിൽ
നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് ട്രാവേഴ്സ് ചെയ്യുന്ന സമയത്ത് സേ വി എക്സ് എന്നൊരു വോൾട്ടേജ് കണ്ടാൽ നമ്മൾ ഈ രീതിയിലാണ് ട്രാവേഴ്സ് ചെയ്യുന്നതെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ മൈനസ് ടു പ്ലസ് ആണ് കാണുന്നതെങ്കിൽ നമ്മൾ ഇതിനെ മൈനസ് വി എക്സ് എന്ന് പറഞ്ഞെടുക്കും. ഇതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ കെ സി എല്ലും കെ വി എല്ലും ഫോളോ ചെയ്യുന്ന സമയത്ത് സൈൻ കൺവെൻഷൻ മനസ്സിൽ വ്യക്തമാക്കി വെച്ചുകൊണ്ട് ആ രീതിയിൽ വേണം ലൂപ്പ് ഇക്വേഷൻ എഴുതാൻ. അങ്ങനെ ലൂപ്പ് ഇക്വേഷൻ എഴുതി നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അൺനോൺ വോൾട്ടേജ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. കഴിഞ്ഞ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, അതായത് ഒരു ലൂപ്പ് ഫുള്ള് ട്രാവേഴ്സ് ചെയ്ത് വരുമ്പോൾ ഉള്ള വർക്ക് ഡൺ 0 ആണെന്ന് പറഞ്ഞല്ലോ. ആ സെയിം സാധനം തന്നെ. അത് ഒരു ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ ഒരു ലൂപ്പ് എന്നാണ് അതിന്റെ മീനിങ്. നമ്മൾ പറഞ്ഞു എല്ലാ നെറ്റ്വർക്കുകളും സർക്യൂട്ടുകളല്ല, എന്നാൽ എല്ലാ സർക്യൂട്ടുകളും നെറ്റ്വർക്ക് ആണെന്ന് കഴിഞ്ഞാണ് പറഞ്ഞു. അത് ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ഉണ്ടെങ്കിൽ അതിനർത്ഥം starting from some particular point there is at least one path traversing which you can come back to the original point. അങ്ങനെ തിരിച്ച് നമ്മൾ കറങ്ങി ഒരു സർക്യൂട്ടിലേക്ക് തിരിച്ചെത്തിയാൽ അതിനർത്ഥം നിങ്ങൾ പോകുന്ന വഴിക്ക് എവിടെയൊക്കെയോ കുറച്ച് വോൾട്ടേജ് ഡെവലപ്പ് ആവുന്നുണ്ട്, എവിടെയൊക്കെയോ തിരിച്ച് വോൾട്ടേജ് ലൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വോൾട്ടേജ് കൂടിയും കുറഞ്ഞും തിരിച്ചെത്തുമ്പോഴേക്കും ഒരു മൊത്തം വർക്ക് ഡൺ 0 ആയിരിക്കും. അങ്ങനെ ആയാലേ പറ്റുള്ളൂ. അത് എന്തുകൊണ്ട് വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ നാച്ചുറൽ കോൺസിക്വൻസ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇതാണ് പ്രധാനപ്പെട്ട സംഗതി. അപ്പൊ നമ്മൾ എക്സാമ്പിൾസ് കാണുമ്പോൾ ഇതിന്റെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ കാണും. ഇനി അടുത്ത് വരുന്നത് കിർച്ചോഫ്സ് കറണ്ട് ലോ. കിർച്ചോഫ്സ് കറണ്ട് ലോ നമുക്കറിയാം. ഒരു ഇലക്ട്രിക് നെറ്റ്വർക്കിനകത്ത് ഒരു നോഡ് എടുക്കുന്നു. ഇതാന്നിരിക്കട്ടെ. നോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടോ അതിലധികമോ കോമ്പണന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ നമുക്ക് കിട്ടുന്നതാണ് നോഡ്. അപ്പൊ അങ്ങനെ ഏതോ ഒരു നെറ്റ്വർക്കാന്ന് വെച്ചോ, ആ ഒരു നോഡിനകത്ത് നമുക്ക് പല കറണ്ടുകളുണ്ട്. സേ I1, I2, I3, I4 ഇങ്ങനെ 4 കറണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊരു പർട്ടിക്കുലർ നോഡ് സെലക്ട് ചെയ്താൽ, ഇപ്പൊ ഇതാണ് നമ്മൾ എടുക്കുന്ന നോഡെങ്കിൽ about this node when you write the KCL, Kirchhoff's current law, it tells you that the algebraic sum of all the currents meeting at a node or meeting at a junction is 0. അവിടെയും സൈൻ കൺവെൻഷൻ വരുന്നുണ്ട്. അതായത് ഇൻകമിങ് കറണ്ടുകളെ ഒരു നോഡിൽ നിന്ന് നോക്കുമ്പോൾ ഇൻകമിങ് കറണ്ടുകളെ, ഇപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാണ് ഇൻകമിങ് കറണ്ട്? ഇത് ഇൻകമിങ് കറണ്ട് ആണ്. ഇൻകമിങ് കറണ്ടുകളെ പോസിറ്റീവായിട്ടും ഔട്ട് ഗോയിങ് കറണ്ടുകളെ നമുക്ക് നെഗറ്റീവായിട്ടും എടുക്കാം. ഇറ്റ് മീൻസ് അങ്ങനെ ആ ഒരു കൺവെൻഷൻ വെച്ച് നമ്മൾ ഈ നോഡിലെ ഒരു നോഡ് ഇക്വേഷൻ എഴുതിയാൽ ഇൻകമിങ് കറണ്ട് ഏതൊക്കെയാണ്? I1 പ്ലസ് I2 മൈനസ് I3 മൈനസ് I4 ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ അതിനെ റീഅറേഞ്ച് ചെയ്താൽ I1 പ്ലസ് I2 ഇസ് ഈക്വൽ ടു I3 പ്ലസ് I4. എന്ന് വെച്ചാൽ എന്താണ് മീനിങ്? I1 എന്നും I2 എന്നുമുള്ള രണ്ട് കറണ്ടുകൾ ഈ നോഡിലേക്ക് വന്ന് ജോയിൻ ചെയ്തിട്ട് I3 ആയിട്ടും I4 ആയിട്ടും സ്പ്ലിറ്റ് ആയി പോയി എന്നാണ് എന്റെ മീനിങ്. അല്ലെ? I1 ആയും I2 ആയും എന്ന രണ്ട് കറണ്ടുകൾ ഈ നോഡിൽ വന്ന് ജോയിൻ ചെയ്ത് I3 ആയും I4 ആയും സ്പ്ലിറ്റ് ചെയ്ത് പോയി എന്ന് വെച്ച് ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണമെന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം മീനിങ് ഇത്രേ ഉള്ളൂ. സോ ഫോർ എക്സാമ്പിൾ I1 1 ആംബിയറും I2 4 ആംബിയറും ആയിരിക്കാം. I3 എന്ന് പറയുന്നത് ചിലപ്പം 2 ആംബിയറും I4 എന്ന് പറയുന്നത് ചിലപ്പോൾ 3 ആംബിയറും ആയിരിക്കാം. സോ ദാറ്റ് 1 4 കൂടെ കൂട്ടുമ്പോൾ 5 കിട്ടും, 2 3 കൂട്ടുമ്പോൾ 5 കിട്ടും. അല്ലാതെ ഈ I1 is equal to I3 ആണെന്നോ I2 is equal to I4 ആണെന്നോ ഒന്നും മീനിങ് ഇല്ല. രണ്ടും കൂടെ ജോയിൻ ചെയ്ത സമ്മ് ഔട്ട് ഗോയിങ് കറണ്ടുകളുടെ സമ്മിന്റെ ഈക്വൽ ആയിരിക്കും എന്ന് മാത്രമേ അതിന് മീനിങ് ഉള്ളൂ. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ഏതിന്റെ നാച്ചുറൽ കോൺസിക്വൻസ് ആണ്? KCL is the natural consequence of conservation of charge. എനർജി പോലെ തന്നെ ചാർജ് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്. നമ്മളൊന്ന് പറഞ്ഞു, ഒരു മാറ്ററിന്റെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ് ചാർജ്. അപ്പം ചാർജ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ് എന്നുള്ള സംഗതിയുണ്ട്. നമുക്ക് ചാർജിന്റെയും ടോട്ടൽ എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. അപ്പൊ നോഡിനകത്ത് ചാർജ് സ്റ്റോർ ആവുന്നില്ല, നോഡിൽ വന്നു പോകുന്നത് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് അതിന്റെ മീനിങ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് സോഴ്സുകൾ, പലതരം ഇലക്ട്രിക് സോഴ്സുകളെ കുറിച്ച് പറഞ്ഞു. കറണ്ട് സോഴ്സ്, വോൾട്ടേജ് സോഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്, ഐഡിയൽ കറണ്ട് സോഴ്സ്, ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് ആൻഡ് ഡിപ്പെൻഡന്റ് കറണ്ട് സോഴ്സ്, അതിന്റെ 4 ടൈപ്പ് പറഞ്ഞു. ഇനി ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്
പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് നമ്മൾ വ്യത്യാസം, ഐഡിയൽ കറണ്ട് സോഴ്സും പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സും നമ്മൾ വ്യത്യാസം. ഐഡിയൽ വോൾട്ടേജ് ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് 0 ആയിരിക്കും. ഐഡിയൽ കറണ്ട് സോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആയിരിക്കും. അതിനുശേഷം നമ്മൾ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ കണ്ടു. പിന്നെ നമ്മളിപ്പോ KCLും KVLും അതിന്റെ 1-2 ഇംപ്ലിക്കേഷൻസും കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയും വെച്ച് നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്താം. ബാക്കി നമുക്ക് ഇനി അടുത്ത് വരുന്നത് നെറ്റ്വർക്ക് തിയറംസിലോട്ടാണ്. അപ്പൊ അതിനു മുന്നേ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്തിട്ട് അതിലോട്ട് കിടക്കാം.